അല്ലെങ്കിൽ ഫാദറിൻ്റെ ഹെൽപ്പ് ചോദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 29 ഡേയ്സിനുള്ള റീകൺസിഡറേഷൻ പോസിബിൾ ആവും. അതായത് 1 മന്ത് വെയിറ്റ് ചെയ്യുക. രജനി മാം എനിക്കൊരു കാർഡ് എടുക്കുമോ? പ്രൊമോഷൻ കിട്ടുമോ? സോ ആർക്കെങ്കിലും പേസ് റീഡിങ് എടുക്കാൻ താല്പര്യമുള്ള ഞാൻ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പേസ് റീഡിങ്ങിന് വേണ്ടിയിട്ട് റീഡിങ് ഓരോ ക്വസ്റ്റിനോട് ചാർജ് ചെയ്യുന്നത് 333 റുപ്പീസ് ആണ് ചാർജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്രയും റേറ്റ് കുറച്ച് ഒരു ടാറോ റീഡേഴ്സിന് റീഡിങ് കിട്ടുന്നതായിരിക്കത്തില്ല ഈ ഒരു പ്രൈസിൽ. നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് 24 അവർ റീഡിങ്ങിൽ ചോദിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. ഏത് ഏരിയാസിൽ നിന്ന് എത്രയോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോട് തന്നെ നിങ്ങൾക്ക് റീഡിങ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ പ്രൊമോഷൻ കിട്ടുമോ? നിയർ ഫ്യൂച്ചറിൽ ഉറപ്പായിട്ട് സാധ്യതയുണ്ട് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള. രജനിയല്ല രജീഷ. ഓക്കെ, രജനിക്ക് വേണ്ടിയിട്ടൊരു കാർഡ് എടുക്കാമോ? ഏഞ്ചൽസ് 1 കാർഡ് ഫോർ രജനി. ഓക്കെ, 1 കാർഡ് ഫോർ രജനി, 1 കാർഡ് ഫോർ രജനി. സോ ഇവിടെ മേ ബി ചാൻസ് ആണ് വന്നിരിക്കുന്നത്. കാരണം രചനയുടെ മനസ്സിൽ എന്തെങ്കിലും കുറച്ച് ചിന്തകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊരു നടക്കാനുള്ള ചാൻസ് മേ ബി ചാൻസ് മാത്രമാണ് കേട്ടോ. ഓക്കെ, സോ ഇപ്പോൾ വീഡിയോ കാണുന്ന പുതിയ വ്യൂവേഴ്സാണെന്ന് തോന്നുന്നു. സോ നിങ്ങളോടിപ്പോൾ പറയാനുള്ള, നിങ്ങളിപ്പോൾ ഈ ക്യാൻഡിൽ നിന്നുള്ള എനർജി നോക്കുക, ക്യാൻഡിൻ്റെ ലൈറ്റ് നോക്കുക. നിങ്ങൾക്ക് അതിൽ പ്രേ ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ ഈ റീഡിങ് ഫുള്ളും സെയിൻറ്റ് എക്സ്പേരിൻ്റെ എനർജിയുടെ ബേസ് ചെയ്ത റീഡിംഗ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അതേപോലെ ആ ക്യാൻഡിൽ നിന്നുള്ള ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ റിസീവ് ചെയ്യാൻ വേണ്ടി താങ്ക് യു സെയിൻറ്റ് എക്സ്പേരിന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും ചോദിക്കാറുണ്ട് സെയിൻറ്റ് എക്സ്പേരിൻ്റെ സ്പെല്ല് മാത്രം എന്തുകൊണ്ട് ലവ് റീകൺസിലേഷൻ കാര്യങ്ങൾ ചൂസ് ചെയ്യുന്നുള്ള കാര്യം ചോദിക്കാറുണ്ട്. അതിൻ്റെ റീസൺ വേറെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് ഇപ്പം തന്നെ ചെക്ക് ചെയ്താൽ കാണാം. ആ ഒരു സെയിൻറ്റ് എക്സിൻ്റെ ഫോട്ടോ വെച്ച സമയത്ത് ആ ഒരു അരികിൽ നമ്മൾ റെഡ് ക്യാൻഡിലൂടെ വെച്ചപ്പം എത്രത്തോളം ബ്ലെസ്സിങ് ആണ് ആ ഒരു ക്യാൻഡിൽ നിന്ന് വരുന്നത്. ആ ലൈറ്റ് എനർജി തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. ആ ഫോട്ടോയിലേക്കാണ് ലൈറ്റ് എനർജി പാസ് ഔട്ട് ചെയ്ത് പോകുന്നത്. സോ നമ്മൾ സാധാരണ നോർമലായിട്ട് ക്യാൻഡിൽ, നിങ്ങൾ തന്നെ ഒരു ക്യാൻഡിൽ കത്തിച്ചിട്ട് നിങ്ങളുടെ ഫോൺ വെച്ച് നോക്കും, നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ലൈറ്റ് എനർജി കാണാൻ വേണ്ടി സാധിക്കുന്നതല്ല. ഇതിന് മുന്നേ എൻ്റെ റീഡിങ്സ് എടുത്തിട്ടുള്ളവർക്കും അറിയാം, നമ്മൾ ലൈവ് റീഡിങ്ങിൽ ക്യാൻഡിൽ യൂസ് ചെയ്യാറുണ്ട്. ആ സമയത്തൊന്നും തന്നെ ഇങ്ങനെ ഒരു ലൈറ്റ് എനർജി ഉള്ളതായിട്ട് വന്നിട്ടുമില്ല. സോ ഇത് സെയിൻറ്റ് എക്സ്പേരിൻ്റെ റീഡിങ് ബ്ലെസ്ഡ് റീഡിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സെയിൻറ്റ് എക്സ്പേരിൻ്റെ സ്പെല്ല് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ആയിട്ട് നിങ്ങളുടെ വിഷസ് ഗ്രാൻഡ് ചെയ്യും എന്നൊരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറ്റും. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാനുള്ള അത്രയും പവർഫുൾ ആയിട്ട് സ്പെല്ലാണ് സെയിൻറ്റ് എക്സ്പേരിൻ്റെ സ്പെല്ലെന്ന് പറയുന്നത്. സോ ആർക്കെങ്കിലും സെയിൻറ്റ് എക്സ് സ്പെല്ല് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. George, what is coming to waste me next week? Okay, what is coming to waste, George? What is coming to waste, George? What is coming to waste, George? So I can see that there is a success is coming to waste you, George, in the next week. A beautiful kind of energies is coming, success is coming, everything is coming to waste your love life. Consultation എപ്പോൾ ഉണ്ടാവും? 28 ആറ് മനസ്സിലായില്ല. നസ്രീൻ, അനക്ക, മനോജ് 33, സജൽ ഫീലിങ്സ് ഫോർ അനക 6 months no contact. Okay, സജൽ ഫീലിംഗ് ഫോർ അനക. ലെറ്റ് ഗോ എന്നൊരു കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. അനക റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആവുമോ എന്നൊരു കാര്യമാണ് കാർഡ്സിലൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനിയും ആൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ ജോർജ്, താങ്ക് യു. ലൈക്ക് നമ്പർ 30, ആനന്ദ് കൃഷ്ണ റിയൂണിയൻ ഉണ്ടാകുമോ? ആനന്ദ് കൃഷ്ണൻ്റെ സോൾമേറ്റ് ആണോ? ഉറപ്പായിട്ട് റിയൂണിയൻ ഉണ്ടാവുന്നതായിരിക്കും. പെർഫെക്റ്റ് ആയിട്ട് ടൈം, റൈറ്റ് ആയിട്ട് ടൈമിലായിരിക്കും റിയൂണിയന് വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റീസ് ഉള്ളത്. ചിന്നു 45, വിനോദ് ചേട്ടൻ എന്നോടുള്ള ഫീലിംഗ് സത്യമാണോ? വെയിറ്റ് ചെയ്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് വിനോദിൻ്റെ ഇൻറ്റൻഷൻ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യക്തമായി നോക്കുക. ആൾക്ക് സ്നേഹത്തിൻ്റെ പേരിലാണോ മറ്റെന്തെങ്കിലും ഇൻറ്റൻഷൻ ഫിസിക്കലായിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ട് ആണോ നിൽക്കുന്നത് എന്നൊരു കാര്യം ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ആളെ ട്രസ്റ്റ് ചെയ്യേണ്ടെന്നാണ് വന്നിരിക്കുന്നത്. ഷൈമോൻ 45, എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമോ? ഷാലിമ, ഷൈമോൻ ആൻഡ്